ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ കണ്ണിലുള്ള ഐലൈനറും കാജലും ഒക്കെ മേബലിൻ്റെ ഒരു ഐ ആൻഡ് ലിപ് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ ഡേർട്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെ ഓയിലിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും മേക്കപ്പിനും. പിന്നെ അതിന് ശേഷം ഒന്ന് വെറ്റ് ടിഷ്യൂ ആയിട്ട് വൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈറ്റിൻ്റെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു കളർ കറക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും നോർമലി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴെയും മേലും അതുപോലെ തന്നെ ലിപ്സിൻ്റെ നോസിൻ്റെ ഒക്കെ സൈഡിലാണ് ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഒക്കെ ഉണ്ടാവുക. സോ അതിന് വേണ്ടി അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓറഞ്ച് കളർ കറക്റ്റ് എടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രൊഡക്ട്സ് മിനിമലായിട്ട് യൂസ് ചെയ്യുക. വല്ലാതെ ഓവറായിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കാവും. എസ്പെഷ്യലി കണ്ണിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഓവറായിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈൻസും റിങ്കിൾസും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കളർ കറക്റ്റർ പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒരു ബീച്ച് ഷെയ്ഡ് എടുത്തിട്ട് ആ ഒരു ഓറഞ്ചിലൊന്ന് ഹൈഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതും ലൈറ്റായിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഈ മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒരു ഓവർനൈറ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ആദ്യം മിസ്റ്റേക്സുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഗ്രാജുവലി പഠിക്കുന്നത്. ഏത് കളർ നമുക്ക് സ്യൂട്ടാവും, എങ്ങനെ യൂസ് ചെയ്യണം പ്രോപ്പറായിട്ട്. അപ്പോൾ തന്നെ ഒരുപാട് അതിന് പിന്നാലെ റിസർച്ചൊക്കെ ചെയ്ത് നടക്കണം. സോ നമ്മൾ ആ കളർ കറക്റ്ററൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം സെറ്റിംഗ് പൗഡർ അല്ല നിനക്ക് ഞാൻ കോമ്പാക്ട് പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്പോഞ്ചിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ ആക്കിയിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഈ കളർ കറക്റ്റർ ഒരു ഓയിലി അല്ലെങ്കിൽ ക്രീം കൺസിസ്റ്റൻസിയാണ് അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണിത്. അതിനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന് മേലെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റും ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. സോ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഞാൻ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്തത് ഫിംഗറായിട്ടാണ്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിംഗേഴ്സ് പെട്ടെന്ന് ഓയിൽ അതുപോലെ തന്നെ വെറ്റാവും ചെയ്യും. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ബേസിന് മേലെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കുന്ന പോലെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ആവാത്ത പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ബ്രഷാണ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. സോ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത ശേഷം രണ്ട് കണ്ണിൻ്റെയും എൻഡിലുള്ള കോർണറിൽ കുറച്ചുകൂടെ ഡാർക്ക് കളർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഗ്ലിറ്ററിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാച്ച് ആയിക്കോളും. സോ ഞാനിവിടെ ഒരു ഓറഞ്ച് ഗ്ലിറ്ററിങ് പോലത്തെ ഒരു പിങ്ക് ഗ്ലിറ്ററിങ്ങിനെ എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ആ സെൻറ്റർ പോർഷൻ ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു അൺഈവൻനെസ് ഒന്നും തോന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഈ ഒരു ലുക്ക് ഐ മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ബ്രൈഡ്സ് ആകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഓണം ലുക്ക്, വിഷു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണ്. സോ അതിന് ശേഷം നമ്മൾ ഐ ഷാഡോ കണ്ണിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കണ്ണിന് താഴെയും ലൈറ്റായിട്ടൊന്ന് കൊടുക്കണം. അല്ലാതെ തന്നെ കണ്ണിൻ്റെ താഴെ മാത്രം നമ്മൾ കൺസീലറും കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്ത് വല്ലാതെ ബ്രൈറ്റായിട്ട് നിൽക്കും. സോ അതിനുശേഷം എൻ്റെ ഫേവററ്റ് പാർട്ട് ഐബ്രോ ഫില്ലിയറാണ്. ആക്ച്വലി ഞാൻ മറന്നു പോയതാണ്. പിന്നെയാണ് എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സോ ഞാനത് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് അതാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഐ മേക്കപ്പ്. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാജൽ അപ്ലൈ ചെയ്യലാണ്. കാജൽ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോയുടെ ഒരു കാജലാണ്. 99 റുപ്പീസ് സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി. എനിക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് സ്മഡ്ജ് ആവുന്നില്ല, അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കളറുമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലാക്ക് കളർ തരുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിന്. കണ്ണ് എഴുതാൻ നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഫേസ് ഓയിലി ആവുന്നതിനൊപ്പം തന്നെ അൺഡ്രൈസും ഓയിലി ആവും. അപ്പോൾ ഈ കൺമഷി പരക്കുകയാണ്, അതുപോലെ തന്നെ ആകെ കരി പരന്ന പോലെ ആവുകയാണെന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ളവർക്കൊക്കെയാണ് നിനക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു കാജൽ. സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ വാങ്ങിയതിൽ എൻ്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സെയിം കാജൽ വെച്ചിട്ടാണ് ഞാൻ മേലെ എഴുതി കൊടുക്കുന്നത്. സോ അത് സ്മഡ്ജാവൊന്നുമില്ല. അതിന് ശേഷം വാലുകളൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കണ്ണ് എഴുതുക പറഞ്ഞത് ഒരു പണിപ്പെട്ട പണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് വാലുകൾ ഒരേപോലെ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരു സൈഡ് കുറച്ച് തിക്നെസ് കൂടും, ഒരു സൈഡ് തിക്നെസ് കുറയും. സോ കണ്ണ് എഴുതുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് എഴുതണം. പിന്നെ കണ്ണുകൂടെ ആണല്ലോ, ഒന്ന് ശ്രദ്ധ തെറ്റിയിട്ട് അവിടെ ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ പോയി, ജീവിതം പോയി. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് മസ്കാര ഇടലാണ്. അപ്പോൾ കണ്ണെഴുതലെല്ലാം കഴിഞ്ഞു. മസ്കാര ഇടുമ്പോൾ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഇടണം. അപ്പോൾ തന്നെ വല്ലാതെ വെച്ച് ബ്ലെൻഡ് ആക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഐലാഷസ് ഒട്ടിപ്പിടിക്കും. ഒരു പെർഫെക്റ്റ് ആയിട്ട് ഐലാഷസ് സ്പെസിഫൈ ചെയ്ത് നിൽക്കില്ല. അപ്പോൾ ഇന്നത്തെ ഐ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.